നമസ്കാരം. അപ്പോൾ ഇന്ന് സത്താൻ മെനുവിൽ ഞാനൊരു വെജിറ്റബിൾ സൂപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഒരു നല്ലൊരു വെജിറ്റബിൾ സൂപ്പ്. ഇവിടെ കുറച്ച് നാളായിട്ട് നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ മഴയത്ത് ചൂടോടെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ സൂപ്പാണിത്. അപ്പോൾ എല്ലാവർക്കും സത്താൻ മെനുവിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോട് നിങ്ങൾ സത്താൻ മെനു സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ആണിത്. ഞാൻ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബീൻസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ബീൻസ് ഒരു 10 ബീൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു സവോളയുടെ പകുതി ഞാനിതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ക്യാബേജ് യൂസ് ചെയ്യാം, കോളിഫ്ലവർ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഗ്രീൻ പീസ്, കോൺ ഉപയോഗിക്കാം, മഷ്റൂം ചെയ്യാം. മഷ്റൂം സാധാരണ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യാറ്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇട്ടിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഗാർലിക്കിൻ്റെ ഫ്ലേവർ കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് എക്സ്ട്രാ ഗാർലിക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് എടുക്കാം, ബട്ടർ എടുക്കാം, ഓയിൽ യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഓയിൽ എടുക്കുമ്പോൾ കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പിന് മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞിങ്ങനെ കാണും. അപ്പോൾ ബട്ടർ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഞാനിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 മീഡിയം സൈസുള്ള ഒരു അല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള ഒണിയനൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗം മതിയാവും. അപ്പോൾ അത്രയും ചേർത്താൽ മതിയാവും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ബീൻസും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചക്കറികൾ അരിയുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾ സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് അതിൻ്റെ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഡയറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഈ പച്ചക്കറികളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ നിങ്ങൾ വേവിച്ചെടുക്കണം. എന്നിട്ട് ആ വെള്ളം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഡയറക്റ്റായിട്ട് പച്ചക്കറികൾ വേവിക്കാൻ പോവുകയാണ്. അതിൽ തന്നെയാണ് ഞാനിവിടെ സൂപ്പ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 4 പേർക്ക് അല്ലെങ്കിൽ 3 അല്ല 4 പേർക്ക് കഴിക്കാനുള്ള സൂപ്പ് കിട്ടും നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ. ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു 3 മുതൽ 4 പേർക്ക് കഴിക്കാവുന്ന സൂപ്പ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനി ഇത് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമ്മളിതൊന്ന് വേവിക്കണം. നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ അതാ നോക്കിക്കേ, നമ്മുടെ സൂപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റും നല്ല കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഇനിയും അതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 സ്പൂണ്, ഈ ഒരു സ്പൂണിൽ തന്നെ 2 സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ കോൺഫ്ലോറിൻ്റെ മിശ്രിതം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ സൂപ്പ് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോൺഫ്ലോർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ആ കോൺഫ്ലോറിൻ്റെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറണം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നന്നായിട്ട് കട്ട് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ നോക്കിക്കേ, നമ്മുടെ സൂപ്പ് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളപ്പിക്കുക.
ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ സൂപ്പ് ചെറുതായിട്ടൊന്ന് കട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളക്കണം. തിളക്കുമ്പോഴേക്കും കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല കട്ടിയിലാണ് നമ്മുടെ സൂപ്പ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെപ്പറാണ്. പെപ്പർ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പെപ്പർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്തായാലും എൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഞാൻ ഇതിൽ പെപ്പർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം താഴെ കമൻറ്റിൽ പറയാവുന്നതാണ്. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സത്തൻ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്